ചൈനയുടെ പരമോന്നത നേതാവ് മാവോ സെ തുങ് അന്ന് വിടവാങ്ങി. ദാരിദ്ര്യത്തിലും പട്ടിണിയിലും തളർന്നു കിടന്ന ഒരു രാജ്യമായിരുന്നു ആ സമയത്ത് ചൈന. അവിടെ നിന്നാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടം തുടങ്ങുന്നത്. വെറും 4 പതിറ്റാണ്ടുകൊണ്ട് ചൈന നടത്തിയ ലോകത്തെ ഏറ്റവും വേഗമേറിയ സാമ്പത്തിക വിപ്ലവം. ആയിരത്തി 1940 കാലഘട്ടങ്ങളിൽ ചൈന തീർത്തും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു. 1937 ആരംഭിച്ച അയൽ രാജ്യമായ ജപ്പാന്റെ അധിനിവേശം കൊടും ക്രൂരതകൾക്കും മരണങ്ങൾക്കും കാരണമായി. നാൻജിങ് കൂട്ടക്കൊലയിൽ ആയിരക്കണക്കിന് ചൈനക്കാർ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും പീഡനത്തിനിരയാവുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ തന്നെ ചൈന ആഭ്യന്തര യുദ്ധത്തിലും അകപ്പെട്ടിരുന്നു. ഒരു വശത്ത് മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകളും മറുവശത്ത് ചിയാങ് കൈ ഷേക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിന്റാങ്ങും. 1949 കമ്മ്യൂണിസ്റ്റുകൾ വിജയിച്ചതോടെ മാവോ സേതുങ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സ്ഥാപിച്ചു. 1949 മാവോ അധികാരമേറ്റെടുത്തപ്പോൾ ചൈന കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുകയായിരുന്നു. ഗ്രാമീണ ജനതയുടെ ഭൂരിഭാഗവും നിത്യവൃത്തിക്ക് പോലും ബുദ്ധിമുട്ടുന്ന കർഷകരായിരുന്നു. നഗരങ്ങളിൽ വ്യവസായങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നിരുന്നു. ശരാശരി ആയുർദൈർഘ്യം 40 വയസ്സിൽ താഴെയായിരുന്നു. സാക്ഷരതാ നിരക്ക് വെറും 20% മാത്രമായിരുന്നു. ചൈനയെ സാമ്പത്തികമായി ഉയർത്തുക എന്നതായിരുന്നു മാവോയുടെ ലക്ഷ്യം. അതിനായി മാവോ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. ചൈനയെ വൻതോതിൽ വ്യവസായവൽക്കരിക്കുവാനും അന്നത്തെ ബ്രിട്ടന്റെ വളർച്ചയുടെ തലത്തിൽ എത്തിക്കുന്നതിനുമായി 1958 ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ് എന്ന പദ്ധതി മുന്നോട്ട് വെച്ചു. വ്യവസായവത്കരണത്തിന്റെ ഭാഗമായി വൻതോതിൽ മനുഷ്യവിഭവം ആവശ്യമായി വന്നതിനാൽ സാധാരണക്കാരും കർഷകരും ഖനികളിൽ ജോലിയെടുക്കുവാൻ നിർബന്ധിതരായി. കർഷകർ കുറഞ്ഞതോടെ കാർഷികോൽപാദനം കുറഞ്ഞു. ദശലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി മൂലം മരിച്ചു. ഗ്രേറ്റ് ചൈനീസ് ഫാമിൻ എന്നാണ് ഈ സംഭവം അറിയപ്പെട്ടത്. മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷാമങ്ങളിൽ ഒന്നായിരുന്നു അത്. മാവോയുടെ കാലത്ത് തന്നെ ചൈന കർശനമായ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നടപ്പിലാക്കി. സർക്കാർ എല്ലാ വ്യവസായങ്ങളുടെയും നിയന്ത്രണം ഏറ്റെടുത്തു. ജന്മിമാരിൽ നിന്ന് സ്ഥലവും വസ്തുക്കളും സർക്കാരിന്റെ നിയന്ത്രണത്തിലാവുകയും അത് സർക്കാർ കൂട്ടുകൃഷിക്കായി കർഷകർക്ക് വീതിച്ചു നൽകുകയും ചെയ്തു. കൂട്ടുകൃഷി പദ്ധതിയിലൂടെ സ്വകാര്യ വസ്തുവകകൾ ഏറെക്കുറെ ഇല്ലാതെയായി. ഇതിന്റെ ഫലമായി ആരോഗ്യ സംരക്ഷണവും വിദ്യാഭ്യാസവും പോലുള്ള ചില നേട്ടങ്ങൾ ഉണ്ടായെങ്കിലും സാമ്പത്തിക വളർച്ച പരിമിതമായിരുന്നു. ഭക്ഷ്യ ഉൽപാദന വർധനവും ഉണ്ടായില്ല. ജനങ്ങൾ ദരിദ്രരായി തന്നെ തുടർന്നു. 1976 മാവോ മരണപ്പെട്ടു. മാവോയുടെ പിൻഗാമിയായി ഡെങ് ഷിയോപിങ് രാജ്യത്തിന്റെ പ്രധാന നേതാവായി ഉയർന്നു. എന്നാൽ മാവോയുടെ പാത പിന്തുടരുവാൻ അദ്ദേഹം തയ്യാറായില്ല. ഒരു പുതിയ ചൈനയെ സൃഷ്ടിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ടു ഗെറ്റ് റിച്ച് ഈസ് ഗ്ലോറിയസ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. 1978 മുതൽ അദ്ദേഹം റിഫോം ആൻഡ് ഓപ്പണിംഗ് അപ്പ് നയങ്ങൾ ആരംഭിച്ചു. അത് ചൈനയുടെ ഭാവി തന്നെ മാറ്റിമറിച്ചു. കാർഷിക മേഖലയിൽ മാവോ പിന്തുടർന്ന കൂട്ടുകൃഷി സമ്പ്രദായം പിരിച്ചുവിട്ട് ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റി സിസ്റ്റം നടപ്പിലാക്കി. കർഷകർക്ക് സ്വന്തം ഭൂമിയിൽ കൃഷി ചെയ്യുവാനും അധിക ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനും അനുവദിച്ചു. കർഷകർക്ക് സമ്പാദിക്കുവാനുള്ള അവസരം ഇതൊരുക്കി. വ്യവസായ രംഗത്ത് സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ സ്ഥാപിച്ച് വിദേശ നിക്ഷേപത്തിന് ആകർഷകമായ നികുതി ഇളവുകളും നിയന്ത്രണ ഇളവുകളും നൽകി. നിരവധിയായ വിദേശ കമ്പനികൾ ചൈനയിലേക്ക് എത്തുവാൻ തുടങ്ങി. ജനസംഖ്യാ നിരക്ക് നിയന്ത്രിക്കുന്നതിനായി വൺ ചൈൽഡ് പോളിസി നടപ്പിലാക്കി. വിദേശ വ്യാപാരവും നിക്ഷേപവും പ്രോത്സാഹിപ്പിച്ചു. ചൈനയെ പതിയെ ആഗോള സമ്പദ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. നമുക്കെല്ലാം സുപരിചിതമായ മെയ്ഡ് ഇൻ ചൈന പദ്ധതിയുടെ ഭാഗമായി 1990കളോടെ ചൈന ലോകത്തിന്റെ ഫാക്ടറിയായി മാറി. എല്ലാത്തരം ഉൽപ്പന്നങ്ങളും വളരെ കുറഞ്ഞ വിലയിൽ ആഗോള വിപണിയിൽ ഒഴുകി. കുറഞ്ഞ വിലയ്ക്ക് നിരവധി ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു. ഈ മാറ്റത്തിന്റെ എല്ലാം ഫലമായി 50 കോടി പേർ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി.
ലോകം കണ്ട ഏറ്റവും വേഗത്തിലുള്ള സമ്പദ് വ്യവസ്ഥാ വളർച്ചയായി ചൈന മാറി. ഡെങ്ങിന്റെ നയങ്ങളുടെ ഫലങ്ങൾ അത്ഭുതകരമായിരുന്നു. 1980കളിൽ ചൈനയുടെ സാമ്പത്തിക വളർച്ച ശരാശരി 9%. ഗ്രാമീണ ദാരിദ്ര്യം കുത്തനെ കുറഞ്ഞു. ഷെൻജൻ പോലുള്ള സ്പെഷ്യൽ ഇക്കണോമിക് സോണുകൾ മീൻപിടുത്ത ഗ്രാമങ്ങളിൽ നിന്ന് ആധുനിക മഹാനഗരങ്ങളായി മാറി. 2000ത്തിന്റെ തുടക്കത്തിൽ ചൈന ഒരു വലിയ ആഭ്യന്തര വിപണി വികസിപ്പിക്കുവാൻ തുടങ്ങി. മധ്യവർഗം വളർന്നതോടെ ആഭ്യന്തര ഉപഭോഗം വർദ്ധിച്ചു. ചൈനീസ് സമ്പദ് വ്യവസ്ഥ കയറ്റുമതിയിൽ മാത്രം ആശ്രയിക്കുന്നതിൽ നിന്ന് കൂടുതൽ സന്തുലിതമായി. 2001 ലോക വ്യാപാര സംഘടനയിൽ ചേർന്നത് ചൈനയുടെ ആഗോള വ്യാപാരത്തിൽ പുതിയ വാതിലുകൾ തുറന്നു. 1980 12ാമത് സാമ്പത്തിക ശക്തിയായിരുന്ന ചൈന ഇന്ന് അമേരിക്കയ്ക്ക് തൊട്ടുപിന്നിൽ 2ാം സ്ഥാനത്തുണ്ട്. ഇന്നും ചൈന അതിൻ്റെ വികസന കുതിപ്പ് തുടരുന്നു. ചൈനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈസ്പീഡ് റെയിൽ നെറ്റ്വർക്കിന് ഉടമ. 40,000 കിലോമീറ്ററിലധികം ട്രാക്കുള്ള ഈ നെറ്റ്വർക്ക് ബാക്കി ലോകത്തെല്ലാം കൂടിയുള്ളതിനേക്കാൾ വലുതാണ്. ചൈനയുടെ നഗരങ്ങൾ ലോകത്തിലെ ഏറ്റവും വിപുലമായ മെട്രോ സിസ്റ്റങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഷാങ്ഹായിലും ബെയ്ജിങ്ങിലും മാത്രം 600 കിലോമീറ്ററിലധികം മെട്രോ ലൈനുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ 3 ഗോർജസ് ഡാം ചൈനയിലാണ്. ഷെൻജൻ, സുചൌ, ഹാങ്ഷു തുടങ്ങിയ പ്രത്യേക സാമ്പത്തിക മേഖലകൾ ചൈനയുടെ സാങ്കേതിക, സാമ്പത്തിക, ഉൽപാദന കേന്ദ്രങ്ങളായി വർദ്ധിച്ചു. വ്യക്തമായ പദ്ധതികളുടെയും പ്രയത്നങ്ങളുടെയും ഫലമായി 2000ത്തോടെ ചൈന ഉൽപാദന രംഗത്തെ ആഗോള ഭീമന്മാരായി മാറി. ഒരു ദരിദ്ര രാജ്യത്തിൽ നിന്നുള്ള ചൈനയുടെ വളർച്ച ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും വിപുലവുമായ പദ്ധതിയാണ്. അടിസ്ഥാന സൗകര്യവും വികസനവും ഒരേപോലെ വളർത്തിയെടുത്ത ചൈന ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു. വളർച്ചയുടെയും വികസനത്തിൻ്റെയും ചൈനീസ് മാതൃക നമുക്കും പിന്തുടരാവുന്നതാണ്.